3 ഒരു പക്ഷേ ആട് ഫ്രാഞ്ചൈസ് ആളുകൾ ഇഷ്ടം പോലെ കാത്തിരിക്കുന്ന ആ സിനിമ ഇതാ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലൈക്ക് ഭയങ്കരമായ ഹൈപ്പ്, ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻസ് എല്ലാം നിൽക്കുകയാണ്. ആട് ഫ്രാഞ്ചൈസ് മലയാളത്തിൽ തന്നെ ടോപ്പ് 3 ഫ്രാഞ്ചൈസുകളിൽ ഒന്ന് തന്നെയാണ് ആട് എന്ന് പറയാണ്ടിരിക്കാൻ കഴിയുക. ഷാജി പാപ്പൻ, അറക്കൽ അബു, ക്യാപ്റ്റൻ ക്ലീറ്റസ്, സാത്താൻ സേവിയർ, സർബത്ത് സമീർ അങ്ങനെ തുടങ്ങിയ ക്യാരക്ടേഴ്സ് എല്ലാവരും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ സിനിമ എല്ലാം ആണ് ആട് എന്ന് പറയുന്നത്. ആ ആടിൻ്റെ പാർട്ട് 3, ആ ആട് 3യുടെ പാർട്ട് 1 ആണ് നാളെ റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ അണിയർ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഒരു സീൻ പുറത്തുവിട്ടു. സിനിമ ഓപ്പണിംഗ് സീൻ എന്ന രീതിയിലാണ് പുറത്തുവിട്ടത്. സൈജു കുറുപ്പിൻ്റെ ഒരു സീൻ. സൈജു കുറുപ്പ് കൈപ്പഴ കുഞ്ഞപ്പനെ വെട്ടാൻ വേണ്ടി പോകുന്നു. കൈപ്പഴ കുഞ്ഞപ്പനെ വിട്ടൊരു കോമഡി രംഗമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ സീന് ഒരു ബാക്ക്ലാഷിംഗ് ആണോ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു 50% പറയാം. ഒരു സമ്മിശ്രമായ അഭിപ്രായങ്ങളാണ് ആ സീനിന് കിട്ടുന്നത്. ഒന്നാമത് അതിൻ്റെ കളർ ഗ്രേഡിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഈ സീന് തിയേറ്ററിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ കുറേ കമൻസ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സീൻ എന്തിനാണ്, ഈ ഹ്യൂമർ വർക്കായില്ല, ഒരുപാട് വിമർശനങ്ങൾ ഈ സീൻ അലോണായിട്ട് കിട്ടുന്നുണ്ട്. അതൊരു ഭാഗത്ത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സിനിമയുടെ പ്രൊമോഷൻ ഭയങ്കര തകൃതിയായിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കൺഗ്രാറ്റ്സ് ടു വിജയ് ബാബു, ജയസൂര്യ കൃത്യമായ ഇൻ്റർവ്യൂസ് ചാർട്ട് ചെയ്യുന്നു, പലയിടത്തും പോകുന്നു. ഏറ്റവും ഒടുവിൽ മാർവേനസ് കോളേജിൽ ഒരു പരിപാടിയൊക്കെ പോവേണ്ടിയിരുന്നതാണ്, പക്ഷേ അത് നടന്നില്ല. അങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പോലും ആട് 3 കൃത്യമായ പ്രൊമോഷൻ സ്ട്രാറ്റജിയിലാണ് പോകുന്നത്. വേണു കുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിംസും വിജയ് ബാബുവിൻ്റെ ഫ്രൈഡേ ഫിലിം ഹൗസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് ആഫ്റ്റർ എ ലോങ് ടൈം ത്രില്ലറും ക്രൈമും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കോമഡി ജോണറിലേക്ക് ആട് പോലൊരു സിനിമയിലേക്ക് വരുന്നു. 10 മാസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ്, അതിൽ 130 days, അതിനിടയിൽ മഴ, സെറ്റ് ഒലിച്ചു പോയി, 2-3 കോടി രൂപയുടെ സെറ്റ് ഒലിച്ചു പോയി. ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായതിനു ശേഷമാണ് ഒരു എപ്പിക് ഫാൻറ്റസി ജോണറിൽ, അതൊരു കോമഡി ഫാൻറ്റസി ജോണറിലേക്ക് വരുന്നത്. ഒരു പക്ഷേ ഒരു എപ്പിക് ഫാൻറ്റസിയിൽ ഹ്യൂമർ വരുന്നത് ആദ്യമായിട്ടായിരിക്കുമെന്നാണ് ഇതിൻ്റെ അണിയർ പ്രവർത്തകർ പറയുന്നെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് അത്ഭുത ദ്വീപുണ്ട്, അല്ലെങ്കിൽ ചന്ദ്രേട്ടനിലൂടെ ചെറിയ പോർഷൻസ് ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഈ ഒരു എപ്പിക് പരിപാടിയിൽ കുറച്ച് ഹ്യൂമറൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഒരു പഴയ കാര്യത്തിൽ. പക്ഷേ അതൊന്നും ഞാൻ നോട്ട് ടേക്കിംഗ് ഔട്ട് ഓഫ് ദെയർ റിമാർക്സ് സംതിങ്. പക്ഷേ എന്നാൽ പോലും ജസ്റ്റ് ടെല്ലിങ് യു അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ ആട് 3 മേൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് കേട്ടോ. ഈ സീന് വർക്കായില്ല എന്നതുകൊണ്ട് ഞാൻ ആട് 3 മൊത്തത്തിൽ അങ്ങ് തള്ളിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ശ്രമിക്കുന്നുമില്ല. കാരണം ഈ സിനിമ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞത് ഇതിൻ്റെ പാർട്ട് 2 കൂടി ഞാൻ ഇറക്കും, അത് കഴിഞ്ഞ് ഞാൻ ആട് 3 നിന്നും മാറുക എന്നുള്ളതാണ്. അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആട് എന്ന് പറയുന്നത് നമുക്ക് തുടക്കത്തിൽ 2015 സംതിങ് 14 ആദ്യത്തെ പാർട്ട് വരുമ്പോഴേക്കും ഈ പടം പരാജയമായി, തിയേറ്ററിൽ ഒട്ടും വർക്കാവാത്തൊരു പടമായി മാറി. പക്ഷെ പിന്നീട് DVDs അല്ലെങ്കിൽ യൂട്യൂബിൽ ഒക്കെ ഇതിൽ സീൻസ് ഹിറ്റാവുന്നു. അതിനുശേഷം 2ാം ഭാഗം ഇറക്കി, അത് ഹിറ്റാവുന്നു. അപ്പം ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് ആട് 3 വരുന്നത്. 8 വർഷങ്ങളെടുക്കും. അപ്പോൾ ഈ ആട് ഫ്രാഞ്ചൈസിന് അതിൻ്റേതായ ഒരു കോർ ഫാൻസ് ഉണ്ട്. ഒരു 11 വർഷം 12 വർഷമായിട്ട് ഇതിൻ്റെ ഹാർഡ് കോർ ഫാൻസായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. സംഭാഷണങ്ങൾ കാണാതെ അറിയാവുന്ന, ഓരോ BGMs കാണാതെ അറിയാവുന്ന എല്ലാം ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു പാട്ടുണ്ട്, സുൽത്താൻ എന്ന് പറഞ്ഞ പാട്ട്. വിനായകൻ വേദികയാണ് അതിൽ ഡാൻസ് ചെയ്യുന്നത്. ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കാണ്. ആക്ച്വലി ആ പാട്ട് ഭയങ്കരമായിട്ട് ആളുകൾക്ക് വർക്കായി. ഈ പാട്ടാണ് നിഖില വിമൽ ഐറ്റം ഡാൻസ് ചെയ്യുന്നതായിട്ട് ആരൊക്കെയോ പറഞ്ഞു വരുത്തി. പക്ഷേ അത് വേദികയാണ്, ആൻഡ് വേദിക ഹാസ് ഡൺ സൂപ്പർബ്ലി വെൽ. പക്ഷേ ആടിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇതിന് സ്പിൻ ഓഫ്സിന് പറ്റിയ പല ക്യാരക്ടേഴ്സും ഈ ആട് ഫ്രാഞ്ചൈസിലുണ്ടെന്നാണ്. ഇപ്പം ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കിയാൽ പോലും ഇതിന് എല്ലാത്തിനും സ്പിൻ ഓഫ് ഏരിയാസ് ഉണ്ട്. അതുകൊണ്ടാണ് മിഥുൻ മാനുവൽ പറയുന്നത്, ഞാൻ ഈ സിനിമ കഴിഞ്ഞ് പോയാൽ പോലും ഇത് സ്പിൻ ഓഫ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല, അത്രയും സാധ്യതകളുണ്ട്, അതുകൊണ്ട് അത് തള്ളിക്കളയേണ്ട ആവശ്യവുമില്ല എന്നത് മിഥുൻ മാനുവൽ പറയുന്നു. സോ നാച്ചുറലി അത്രമാത്രം ആരാധകരുള്ള ഒരു സിനിമയും കൂടിയാണ് ആട് 3. അതാണ് നാളെ വരാൻ പോകുന്നത്, ഇൻ ക്ലാഷ് വിത്ത് ദുരന്തർ പാർട്ട് 2. എന്തായാലും ടോക്സിക് ലാസ്റ്റ് മിനിറ്റ് അവർ മാറി. GCC കൺട്രീസിലെ പ്രശ്നങ്ങൾ കാരണം റിലീസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർ ജൂൺ 4 KVN പ്രൊഡക്ഷൻസ് ടോക്സിക് എന്ന സിനിമയുടെ റിലീസ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ക്ലാഷ് നമ്മൾ ഉദ്ദേശിച്ച മാർച്ച് 19 എന്ന് പറഞ്ഞൊരു വലിയ ക്ലാഷ് ആയിരുന്നു. ദുരന്തർ പാർട്ട് 2, ആട് 3, ടോക്സിക് എന്ന് പറയുന്നൊരു 3 സിനിമകൾ വരുന്നു. പക്ഷേ അവിടെ അത് ടോക്സിക് നൈസായിട്ട് മാറിയിട്ട് ദുരന്തർ ആട് 3 ആണ്. ഇപ്പോൾ ദുരന്തർ ആട് 3 നമുക്കൊരു ക്ലാഷ് എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം ആട് സ്കേറ്ററിംഗ് ടു കേരള ഓഡിയൻസ്, ദുരന്തർ സ്കേറ്റിംഗ് ടു ദി ഓൾ ഇന്ത്യൻ ഓഡിയൻസ്. അപ്പോൾ അങ്ങനെയാണ് കൂട്ടുന്നത്. ആട് 3 എന്നാൽ പോലും ഞാൻ മെജോറിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആട് 3 ഉറപ്പായും വേറെയും സംസ്ഥാനങ്ങളിൽ ഫാൻസ് ഉണ്ട്, അവിടെയും മലയാളികളുണ്ട്, അവിടെയും വേറെ ആളുകളുണ്ട്, അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ ആട് 3 വരുമ്പോഴേക്കും നമുക്ക് ആട് 3നെ പറ്റി സംസാരിക്കുമ്പോഴേക്കും ഐ ഹോപ്പ് ഇറ്റ് ഗെറ്റ്സ് എ ഗുഡ് റൺ. അത് പ്രതീക്ഷയാണ്. അത് ആ ഫ്രാഞ്ചൈസിന് മേലുള്ള വിശ്വാസമാണ്. മിഥുൻ മാനുവൽ തോമസ് എന്ന സംവിധായകൻ മേലുള്ള വിശ്വാസമാണ്.
ജയസൂര്യ എന്ന നടന് മേലുള്ള വിശ്വാസമാണ്. കാരണം ഏകദേശം 4 വർഷമാണ് അദ്ദേഹം ഒരു സിനിമ പോലും ചെയ്യാതെ കത്തനാറിനും ആടുത്രയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ച് ഏകദേശം 11ഓളം സിനിമകൾ വേണ്ടെന്ന് വെച്ചു ജയസൂര്യ എന്നുള്ളതും കൂടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തപ്പോഴാണ്. ഒരു നടൻ 2 സിനിമകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 11 സിനിമകൾ മാറ്റിവെക്കുന്നു, 4 വർഷത്തോളം കരിയറിൽ മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഐ ഹോപ്പ് ഇറ്റ് പേസ് ഔട്ട് വെൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അങ്ങനെയെല്ലാം സംഭവിക്കുന്നു. ആട് 3 നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ഈ പല ക്യാരക്ടേഴ്സും ഒരു കൂട്ടം മണ്ടന്മാർ ഒരു സാധനത്തിന് പിന്നാലെ ഓടുന്നു എന്ന് പറയുന്ന അതേ ടെംപ്ലേറ്റ് തന്നെയാണ്, പക്ഷേ 2 ടൈം ലൈനിൽ ഓടുന്നു എന്നതും കൂടി പറയുമ്പോഴാണ് ഇതിൻ്റെ എപ്പിക് ഫാൻറ്റസിയും ഇതിൻ്റെ സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഇപ്പം നിലവിൽ നിൽക്കുന്നത്. മാത്രമല്ല ആട് 2ൻ്റെ കണ്ടിന്യൂഷനാണ് 3 എന്നും കൂടി പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു, അതിൽ നിന്നും തുടർച്ചയായി അടുത്ത ദിവസത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നിട്ടാണ് കഥ ആരംഭിക്കുന്നതെന്നും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് ഇത്തവണ സാത്താൻ സേവിയറിന് കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പം ഇതുവരെ സാത്താൻ സേവിയർ, ഷാജി പാപ്പൻ ഒരുമിച്ചൊരു സ്ക്രീനിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് ഫാൻ തിയറീസ് ഒക്കെ സംഭവിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു കാര്യം കൂടി ആളുകൾ മെൻഷൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതനുസരിച്ചുള്ള ഹൈപ്പ് ചെറുതായിട്ടൊന്നുമല്ല കൂട്ടുന്നത്. എന്തായാലും നാളെ റിലീസിനെത്തുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, അതനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ സിനിമ റിസീവ് ചെയ്യുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദുരന്തർ പോലൊരു സിനിമയ്ക്ക് ഗംഭീരമായ റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഈ തിയേറ്റേഴ്സ് മാറുമോ കുറയുമോ, ആട് 3 തിയേറ്റേഴ്സ് കൂടുമോ കുറയോ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും ഇടയിലാണ് വിജയ് ബാബു ഫ്രൈഡേ ഫിലിം ഹൗസും കാവ്യ ഫിലിംസും ചേർന്ന് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് ഇറക്കുന്നത്, വിച്ച് ഇസ് വെരി റിസ്കി ഫാക്ടർ എന്നും കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും റിസ്ക് വേണമെന്നതാണ് വിജയ് ബാബുവിൻ്റെ ആഗ്രഹം. അത് പേ ഔട്ട് വെൽ എന്നതാണ് വിശ്വസിക്കുകയും ചെയ്തത്. അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആടിന് ഒരു പ്രത്യേക ഫ്രാഞ്ചൈസ് ഫാൻസിന് ഏറ്റവും കൂടുതൽ ആഘോഷമുണ്ടാക്കുന്ന ഒരു സിനിമയായിരിക്കും നാളെ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഫസ്റ്റ് ഷോസ് രാവിലെ 9:30 ആരംഭിക്കും. 9:30, 10:30 ആയിട്ട് പലയിടത്തും ഷോസ് നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.